ആനസമൈനി വരൂ മധുരം തരൂ നിന്നരുമൂടിയിൽ തേരുവതാരേ ആരേ ആനസമൈനി വരൂ. അങ്ങോട്ട് കഴുത്തിലോട്ട് കേട്ടു. മാല എടുക്കാൻ അവന്റെ കഴുത്തിലോട്ടിടും. ഒന്ന് കൈ പിടിച്ചു കൊടുക്കാറുന്നവരെ 3 പ്രാവശ്യം വരം പറ്റുള്ളൂ. ഇനി ഇതിലേ അങ്ങോട്ട് വെക്കാം. നീ ഇനി മാറി നിൽക്കണ ശിവി, ഓടിക്കാൻ ചൊരിപ്പെടുത്തു. മിണ്ടായിരിക്കണം. പോമോളെ. അത് അവിടെ വെക്കേ. ഈ പാലും പഴമൊക്കെ പഴഞ്ച ഏർപ്പാടാ. പാല് കുടിച്ചാലേ തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോവും. ഈ രാത്രി അങ്ങനെ കളയാൻ പറ്റുമോ? ആരത്? ഞാനാണേ, നീലാണ്ടനാ. നല്ല സാധനമാണോ? നല്ല സ്വയംഭം സാധനമാ. ഇവനെ വാങ്ങിക്കാൻ ഞാൻ എവിടം വരെ പോയെന്നറിയാവോ? ഇത് മുഴുവൻ അകത്താക്കി ഉറക്കിക്കളയരുത്, തകർക്കണം. കള്ളൻ കള്ളൻ. നേരെ ഇരുട്ടിയാലേ എനിക്ക് ഇവനെ ശകലം അകത്താക്കണം, ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്റെ ഒരു ശീല. രാജമ്മ കുടിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കും. ആദ്യ രാത്രിയിൽ ആണും പെണ്ണും കുടിക്കണം. എന്നിട്ട് മദ്യത്തിന്റെ ലഹരിയിൽ എല്ലാം മറന്ന് ആദ്യ രാത്രി അനുഭവിക്കണം. അതാ അതിന്റെ ഒരു സുഖം. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. വെള്ളം ചേർക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. ഇവൻ എന്റെ കൂടപ്പറപ്പാ. ആദ്യ രാത്രിയില് പട്ടച്ചാരായവും പിച്ചാങ്കത്തെയും കൊണ്ട് മണവാട്ടി പെണ്ണിന്റെ അടുത്ത് വന്ന് എന്നോട് നിനക്ക് വെറുപ്പ് തോന്നുന്നുണ്ടാവും അല്ലേ? ചേട്ടനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായ ചേട്ടനെ എനിക്കൊരിക്കലും വെറുക്കാനാവില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടോ? നിന്നെപ്പോലെ ഒരു പെണ്ണ് എനിക്ക് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പിന്നെന്താ അന്വേഷിക്കാൻ? മറ്റൊന്നും അച്ഛൻ പറഞ്ഞില്ലേ? വേറെന്ത് പറയാൻ? കരയാതെ കാര്യം പറ. ഞാൻ തെറ്റുകാരിയാണ്. എന്റെ വയറ്റിൽ ഞാൻ ഗർഭിണിയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതെന്നാ അച്ഛൻ പറഞ്ഞത്. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാനിതിന് സമ്മതിച്ചത്.
എനിക്ക് മാപ്പ് തരണം. എനിക്കാരുമില്ല. അറിവ് വയ്ക്കുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. രണ്ടാനമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ അച്ഛനെ അവർ വഞ്ചിക്കായിരുന്നു എന്ന് തോന്നിയ നിമിഷം അച്ഛൻ അവരെ കൊല്ലാനൊരുങ്ങി. എനിക്ക് വേണമെങ്കിൽ തടുക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. അച്ഛൻ അവരെ കൊന്നു. നിയമം അച്ഛനെ തൂക്കിലേറ്റി. എല്ലാം കണ്ടിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. തെറ്റൊന്നും തെറ്റ് തന്നെയാണ്. നിന്നെ വിട്ടെറിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം ഇറങ്ങിപ്പോവാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നീ എല്ലാം തുറന്നു പറഞ്ഞു തന്നെ അതിന് കാരണം. ഞാൻ നിന്നെ താലി കെട്ടിയപ്പോ നീ എന്റെ ഭാര്യയായി. മനസ്സുകൊണ്ടല്ലെങ്കിലും കഴുത്തി വീണ മിന്നുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഭാര്യയെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ നിനക്കും ജീവിക്കാം. നിന്നെ ചതിച്ച ആരാണെന്ന് ഞാൻ ചോദിക്കില്ല. നീയായിട്ട് അത് പറയാനും പാടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. നീ സന്തോഷിക്കരുത്. അതെന്റെ സ്വഭാവമാണെന്ന് കരുതിക്കണം. പിന്നെ നിന്റെ അച്ഛൻ എനിക്കെന്ന ശ്രീധനം, നിന്റെ വയറ്റി വളർന്ന കുഞ്ഞ്, അതെന്ത് പാവം ചെയ്തു? അതിനെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്ന കേട്ട് എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നാളെ ഈ വീട് വിട്ടിറങ്ങണം. ഒരുപക്ഷെ തിരിച്ചിവിടെ കാലുകുത്തിയെന്ന് വരില്ല. നേരം വെളുക്കാൻ ഇനി സമയമുണ്ട്. ആലോചിച്ച് തീരുമാനിക്കാം. പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല. പാടി. കൂടുതലൊന്നും പറയണ്ടല്ലോ. വാ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ തന്നെ മണാളും മണാട്ടിയും പോവാണോ? എന്താ പോയാലും കത്തൂല്ലേ? അതല്ലല്ലോ എന്റെ ശരി. പെണ്ണ് വീട്ടിലെ കുത്തിരിച്ചോറും കരിമീൻ കൂട്ടാൻ വെച്ചുമൊക്കെ കഴിച്ച് ഒന്ന് മൊഞ്ചാവണം പോയാലോ? താൻ വള്ളം ഊന്നിയാ മതി. വാ ഇറങ്ങാം. അല്ല, ഇതാരൊക്കെയാ പോന്നേ? വാ മോളെ ദേവകി, ഇതാരാ നോക്കിയ? നിന്റെ കാര്യം എന്ന് കാലത്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി, ഇതെന്താ കൃഷ്ണൻകുട്ടി, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കൈ കെട്ടിയപ്പോ നിനക്ക് ഇരിക്കപ്പെടുന്നില്ല അല്ലേ? ആ, ഏതായാലും കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കൂടെ ആദ്യമായിട്ട് വരികയല്ലേ. പരമായുടെ കടയിൽ നിന്ന് നല്ലൊരു ചായ കുടിച്ചിട്ട് വാ. വാ ചേച്ചി. വേണ്ട, പിന്നിരിക്കലാവാ. അതെന്താ കൃഷ്ണൻകുട്ടി നീ തത്രപ്പെടുന്നത്? പെണ്ണ് നിന്റെ കൂടെ അല്ലേ നിൽക്കണേ? അതല്ല, നിനക്കിപ്പോ ചായയും കാപ്പിയൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. നിനക്കിപ്പോ നല്ല ഒന്നാം തരം ഇരട്ടി കാച്ചിയ പാട്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലേ? കൃഷ്ണൻകുട്ടിയെ, എന്താടാ നിനക്ക് ഒരു ക്ഷീണം? ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ലല്ലേ? ആ, പെണ്ണു പാകണ്ട ഉടനെ വീഴുന്ന ലക്ഷണമാണല്ലോ. ദേ, നിന്റെ ആ കാട സ്വഭാവം ഒന്നും ഇതിനോട് എടുത്തേക്കരുത്. കിണ്ടിയും വെള്ളവും തിരിച്ചറിയാൻ പാടില്ലാത്ത കിഴന്ത് പെണ്ണ. ഇന്നലെ ഒറ്റ ദിവസം കൈ കിട്ടിയതേ ഉള്ളൂ. ആന കരിമ്പും കാട്ടി കയറിയത് പോലുണ്ട് പെങ്കൊച്ചിന്റെ മട്ട് കണ്ടിട്ട്. നിർത്തണി, ഒരു ചായ കുടിച്ചിട്ട് പോകാൻ പിള്ളേരെ. വേണ്ട, പിന്നെ വരാ. വാ.
മണവാനും മണവാട്ടി നേരത്തെ ഇങ്ങ് പോന്നു കളഞ്ഞു. ആ നില്ല് വീടിനകത്തേക്ക് കിടക്കാൻ വരട്ടെ, അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. കാർത്തേനത്തല്ലേ നീലാണ്ടന്റെ അമ്മ. എനിക്ക് ഒരമ്മയെ പോലെ. നമ്മളെ ആ കഥ ഒന്ന് തുറക്ക ചെല്ലേ. മോളെ, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് വലതുകാലെടുത്ത് വെച്ച് കയറ. എടാ, ഇനിയെങ്കിലും ഏതെങ്കിലും ദൈവങ്ങളുടെ പടം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വയ്യ. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം തെളിഞ്ഞിരിക്കല്ലേ. മോളെ, ഇവളെ ആ സ്റ്റൂളെ കൊണ്ടുവെക്ക. വീടിനകം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ? നിങ്ങൾ ഇന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തൂത്ത് വൃത്തിയാക്കി കിട്ടേനി. എന്താടാ ഇത്ര പെട്ടെന്ന് ഇങ്ങി പോകുന്നത്? അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. അവിടെ സൗകര്യമില്ല. വെട്ടം വീണപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ട് പോരണമെന്ന്. പോന്നു. ഞാൻ അടിക്കാം അമ്മച്ചി. വേണ്ട മോളെ, ഞാൻ അടിച്ചോളാം. നീ ഇന്ന് വന്ന് കേറിയല്ലേ ഉള്ളൂ. അടിക്കാനും തുടയ്ക്കാനും സമയമല്ലയോ കിടക്കുന്നത്. ഞാനൊന്ന് പുറത്തോട്ട് പോവാ. വല്ല വീട്ടു സാധനം വേണേ വാങ്ങിച്ചോട്. കല്യാണം കഴിഞ്ഞ് പെണ്ണ് വന്ന് കേറിയതേ ഉള്ളൂ. ഇന്നെങ്കിലും വന്ന് ഉപദേശമൊന്നും വേണ്ട. ആ ഈ കാണുന്ന തെറുപ്പും പടപ്പും മാത്രമേ ഉള്ള അവന്. അവൻ പഞ്ചപാവുമാ. ഇനി മോള് വേണം അവന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. പെണ്ണ് വിചാരിച്ച ഏത് കൊലകൊമ്പനും അടങ്ങും. ആ നീലാണ്ടന്റെ അച്ഛനെ വെട്ടാൻ നിൽക്കുന്ന പോത്തിന്റെ മട്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ടാ ഞാൻ ഒതുക്കിയത്. ആ ഇനി എല്ലാം മോടം എടുക്കുപോലിരിക്കും. ചന്തയിൽ പോയിട്ടു. എന്താടാ കൃഷ്ണൻകുട്ടി, എന്നോട് പറയടാ. എന്താ പെട്ടെന്ന് നീ ഓടിപ്പോന്നത്? വരേണ്ട കാര്യം ഉണ്ടായിരുന്നു, വന്നു. അപ്പോ ഇനി തിരിച്ച്? ഇനി തിരിക്കലും മറിക്കലും ഒന്നുമില്ല. എല്ലാ ചടങ്ങുകളും തീർത്തിട്ടാ വന്ന്. എവിടെ ചെന്നാലും നിന്റെ ഈ കാണ സ്വഭാവം മാറ്റില്ല. ഏയ് ഇന്നിത് മതി. നേരെ ഒരുപാടായി. വേഗം വീട്ടിലേക്ക് ചെല്ല്. ആ പെണ്ണവിടെ കാത്തിരിക്കും. ഞാൻ പോകുന്നില്ല. ഞാനിന്ന് ഇവിടെ കിടക്കാൻ പോകുന്നു. എന്താടാ പറഞ്ഞത്? പച്ചയ്ക്ക് പറയണോ? എനിക്കിന്ന് എന്റെ കൂടെ കിടക്കണമെന്ന്. കൃഷ്ണൻകുട്ടി, നീ കണ്ടമാനം കുടിച്ചിരിക്കുന്നു. നിനക്കൊരു വെളിവില്ല. എനിക്കൊരു വെളിപാടുമില്ല. മീനാക്ഷിയും രാജമയും എല്ലാം കൂത്തിച്ചാലും എനിക്ക് തിരിച്ചറിയാം. നീ എന്നെ അങ്ങനെ വിളിച്ചു. ഞാൻ അങ്ങനെ ജീവിക്കുന്നവളാ. പക്ഷേ നീ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന പെണ്ണ് നിന്റെ പെണ്ണാ. വാ കൃഷ്ണൻകുട്ടി, വീട്ടിലേക്ക് ചെല്ലേ. ഞാനാ പറയുന്നത്. ഉപദേശമൊന്നും വേണ്ട. അടേ ഇല്ല, നീ ഇന്നിവിടെ കിടക്കാൻ പാടില്ല. ഞാനിന്ന് ഇവിടെ കിടക്കും. നിന്റെ കൂടെ കിടക്കും. കൃഷ്ണൻകുട്ടി, വാടേ. നിന്നോട് ഞാനാ പറയുന്നത്. വീട്ടിലേക്ക് പോകാൻ. ഞാൻ പോവില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. വിടൂ. എടാ, ഞാൻ പിഴച്ചവളാണ്, സമ്മതിച്ചു. ചാരായം മാത്രമല്ല, ചാരിത്രവും വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. നിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ നീ ഇവിടുന്ന് കുടിച്ചിട്ടിറങ്ങിപ്പോകാൻ നേരത്തെല്ലാം എന്റെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചിട്ടുള്ളതാണ് ഈ മീനാക്ഷി. നിനക്കറിയാമോ, ഒരു തേവിടിച്ചയായിട്ടല്ല ഞാൻ എന്റെ ജീവിതം ആരംഭിച്ചത്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഭർത്താവിനെയും കാത്തിരുന്ന് എന്റെ മുറിയിലേക്ക് കടന്നു വന്നത് ഞാൻ കാത്തിരുന്ന എന്റെ ഭർത്താവല്ലായിരുന്നു. എന്റെ ഭർത്താവിന്റെ കോൺട്രാക്ടറായിരുന്നു. കറുത്തു തടിച്ച ആ മനുഷ്യന്റെ കരുത്തിന് മുൻപിൽ എനിക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ പുറത്ത് കാവൽ നിന്നിരുന്ന ആ മനുഷ്യനെ ഞാൻ കണ്ടു. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ച
കന്യകയായ പെണ്ണിനെ ദാനം ചെയ്ത മഹാമനസ്കനായ എന്റെ ഭർത്താവ് ആ പൊട്ടി അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് അന്ന് ഞാൻ അവിടെ നിറങ്ങിയതാണ്. കൃഷ്ണൻകുട്ടി, നിനക്ക് തോന്നുന്നുണ്ടാവും തേവിടിശി പാതിവൃത്യത്തെ കുറിച്ച് പുലമ്പുന്നുവെന്ന്. എനിക്ക് ഏത് സമയത്തും ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. മീനാക്ഷിക്കിനിയും മാന്യതയൊന്നും നോക്കാനില്ല. പക്ഷേ എനിക്ക് നിന്നോട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തോ, അതെന്താണെന്ന് എനിക്കറിയില്ല. കൃഷ്ണൻകുട്ടി, വീട്ടിലേക്ക് ചെല്ല്. താലി കെട്ടിയ പെണ്ണിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പോ കൃഷ്ണൻകുട്ടി.